നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ സൗദി ഒരു കണ്ണീർക്കളമായി മാറുകയാണ്. സൗദിയിൽ അപകട വാർത്തകൾ ഏറി വരികയാണ്. പ്രത്യേകിച്ച് അപകടങ്ങളിൽ മരണപ്പെടുന്ന പ്രവാസികളുടെ എണ്ണവും ഏറി വരികയാണ്. അതിനാൽ തന്നെ ജാഗ്രത വേണമെന്ന് അധികൃതർ മുന്നറിയിപ്പും നൽകുന്നുണ്ട്. തുടർന്ന് ഒരു അപകട വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഉംറ നിർവഹിക്കാനെത്തിയ മലയാളി സൗദി അറേബ്യയിൽ കുഴഞ്ഞു വീണ് മരിക്കുകയുണ്ടായി. തിരുവനന്തപുരം വർക്കല റാത്തിക്കൽ തൊടിയിൽ പരേതനായ മുഹമ്മദ് അബ്ദുള്ളയുടെ മകൻ ഷാജഹാനാണ് മരിച്ചതായുള്ള വാർത്ത പുറത്തേക്ക് വരുന്നത്. ഷാജഹാന്റെ വയസ്സ് 62 ഉംറ നിർവഹിച്ച ശേഷം ലിഫ്റ്റിൽ ഹറമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഷാജഹാൻ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. മയ്യത്ത് മക്കയിൽ ഖബറടക്കി. മാതാവ് പരേതനായ ഖദീജ, ഭാര്യ സഫിയ ബീവി, മക്കൾ ഷഫീഖ്, സൽമ, ഫാത്തിമ എന്നിവരാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച ദമാമിൽ നിന്നും ഉംറയ്ക്ക് പുറപ്പെട്ട മലയാളി കുടുംബം വാഹനാപകടത്തിൽപ്പെട്ട് 2 സ്ത്രീകൾ മരിച്ചിരുന്നു. റിയാദ് സമീപത്തായിരുന്നു അപകടം നടന്നത്. കോഴിക്കോട് ഓമശ്ശേരി സ്വദേശി പൂത്തൂർ മൂഴിപ്പുറത്ത് ഷംസുദ്ദീന്റെ കുടുംബം സഞ്ചരിച്ച വാഹനം മറിഞ്ഞാണ് അപകടമുണ്ടായത്. ഷംസുദ്ദീന്റെ ഭാര്യ റഹീനയും സഹോദരി നഫീസയുമാണ് മരിച്ചത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റിയാദിൽ നിന്ന് മക്കയിലേക്കുള്ള എക്സ്പ്രസ് ഹൈവേയിൽ 350 കിലോമീറ്റർ അകലെയാണ് അപകടമുണ്ടായത്. ഇവരുടെ കാർ റോഡിലെ ഡിവൈഡറിലിടിച്ച് മറിയുകയായിരുന്നുവെന്നാണ് അധികൃതർ പറയുന്നത്. കൂടെയുള്ളവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെടുകയുണ്ടായി. എന്നാൽ ഇവരുടെ വേർപാടുളവാക്കിയ വേദന തീരെ ചെറുതൊന്നുമല്ല. അതിനാൽ തന്നെ ഉംറ നിർവഹിക്കാൻ സൗദിയിലെത്തുന്നവർ ജാഗ്രത പാലിക്കണമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.